നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വിജയലക്ഷ്മി എന്ന് വിളിക്കുന്ന വിജയച്ചിയുടെ ഉണ്ണിയപ്പത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇവർ വർഷങ്ങളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കടകളിലൊക്കെ കൊടുത്തവർ തന്നത് വളരെ രുചികരമായ ഉണ്ണിയപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആ രുചിയോടുകൂടി കടകളിലെത്തിച്ച്, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം വിജയിച്ച് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ ഐറ്റംസ് ഉണ്ടാക്കുക? ഇതിന് വേണ്ടത് ഒന്ന് അരിപ്പൊടി, മൈദ, പിന്നെ ശർക്കര, പിന്നെ എള്ള്, തേങ്ങ, സാജീരകം. ഇതെല്ലാം കൂടി നിങ്ങൾ ഒരു 2-3 മണിക്കൂർ മുന്നേ ഒരുക്കി വെക്കും. വെച്ചിട്ട് ഇതിൽ മറ്റേ അത് ഇടോ? തേങ്ങൻ്റെ അതിൻ്റെ അത് കൊത്താണ് അല്ലെങ്കിൽ വറുത്താക്കിട്ട് ഈ നെയ്യിൻ്റെ കുറച്ച് അത് ആവശ്യമുള്ള സമയത്ത് തോന്നുന്നത്. അപ്പം ഇനി ഏകദേശം ഒന്ന് അത് ഉണ്ടാക്കുന്നത് ഇതിന് ശരിക്കും ചില സ്ഥലത്ത് കാരോലപ്പം എന്ന് പറയുന്നുണ്ടല്ലേ? ഉണ്ണിയപ്പം. ഇതിപ്പോൾ ഇത് എത്ര കുഴിയുണ്ട് ഈ കാരോല? അപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ 19 ഉണ്ടാക്കണം. ഒരു ദിവസങ്ങൾ ഒരു 10-250 മേലെ ഉണ്ടാക്കും അല്ലേ? ശനി ഞായറും കൂടുതലുണ്ട്. അപ്പോൾ ഈ മറ്റേ മീറ്റിങ്ങും കാര്യങ്ങളും ഇതുള്ള സമയത്ത് അങ്ങനെ കൊടുത്തു പോകും. അപ്പം ഇനി ഏതെങ്കിലും ഒന്ന് ഇവർക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവർ ഈ കാരോല് ഇത് മാവ് ഒഴിച്ചിട്ട് ഉണ്ടാകുന്നതല്ല. ഈ കാരോല് ചെറുത് വലുതൊക്കെ ഉണ്ടോ അല്ലേ? പല കുഴികൾ. പക്ഷെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങ് കുറേ എണ്ണം ഒരു മിനിറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് ചീഞ്ചട്ടി വെച്ചിട്ട് വേറെ അതിൻ്റെ കൂടെ ഒരുമിച്ച് അതിനുണ്ട്. അല്ല, ചീഞ്ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരു 3-4 ഉണ്ടാക്കും. ഒരു ചീഞ്ചട്ടിയിലേക്ക് കോരിയില്ല, ഒരു 10-15 വലിയ ചീഞ്ചട്ടി വെക്കുമ്പോൾ കിട്ടൂല. പകുതി വേവായിട്ട് അങ്ങോട്ട് ഇട്ടത്. പിന്നെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഒരു വെളുത്തും കൊണ്ട് എടുക്കുന്നത്, ഇത് ശരിക്കും ശർക്കരൻ്റെ കൂടെ ചേർക്കുന്നുണ്ടോ അല്ലേ? ഇതുള്ളൂ. ശരി. ശരി. ഏകദേശം എത്ര സമയം കൊണ്ട് ഇതൊരു 5 മിനിറ്റ് ഒക്കെ എടുക്കുമോ ഒരു ഇതായി വരെ? അപ്പം ഞാൻ ഇവിടെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ വീടുകൾ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇത് നമ്മൾ ഇവിടെ എത്ര ഉറുപ്പ്യായിട്ട് നിങ്ങളൊരു ഇത് കൊടുക്കുന്നത്? 4 ഉറുപ്പ്യ. 4 ഉറുപ്പ്യായിട്ട് അവർ ഇവിടെ കൊടുക്കും. ഇത് ശരിക്കും വരുന്നത് നമ്മൾ പുതിയങ്ങാടി കുണ്ടുപ്പറമ്പ് റോഡിൽ നമ്മൾ റേഡിയോ സ്റ്റേഷൻ്റെ പുറകിലായിട്ടുള്ളൊരു വീട്ടിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു തരും. നമുക്ക് ആവശ്യത്തിന് ഇതെന്താ വെച്ചാൽ നമ്മൾ രുചികരമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാരണം ബേക്കറി ഐറ്റംസൊക്കെ ഇതിനേക്കാൾ നമുക്ക് കൂടുതലും കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഐറ്റം ഗസ്റ്റിനൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ആയി വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ജസ്റ്റ് ഇതായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചത് കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. അതങ്ങനെ ഇതിൻ്റെ ഈ ഒരു പാകത്തിനാണ് അതുണ്ട്. അതിൻ്റെ ആ ശർക്കരയുടെ ആ ഒരു ഇത് കണ്ടോ നിങ്ങളുടെ ഇതിൻ്റെ ശർക്കര മാവ്. എന്താ ജീരകമാണോ? സാജീരകവും അരിപ്പൊടി ഇത്രയാണ്. മൈദ ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം നമുക്ക് ഉപയോഗിക്കാൻ ഒരു ദിവസം മാത്രമല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല? ഏകദേശം അതല്ല, ഇതിന് നമ്മൾ തയ്യാറാക്കിയാൽ ഒരു ദിവസം എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഒരു 2 ദിവസം. 2 ദിവസം വരെ മാക്സിമം ഉപയോഗിക്കാം. പക്ഷെ മിക്കവാറും ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരും എടുത്തു പോലെ.
അത് വേണ്ടായി. ഇതുണ്ടോ? അപ്പോൾ 2 ദിവസമൊക്കെ നിൽക്കും. ആ 2 ദിവസമല്ല 3 ദിവസം ഉപയോഗിക്കാം. ആ. മാക്സിമം നമ്മൾ 2 ദിവസം. മാക്സിമം 2 ദിവസം. പക്ഷെ നിങ്ങൾ അതായത് ഇവിടുന്ന് കൊടുത്ത് കൊടുക്കലുണ്ട്. ഇവർ പറയുന്നത് ഇവിടുന്ന് ഗൾഫിലൊക്കെ ലീവിന് വന്നാൽ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അവർ കൊണ്ടുപോകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം 5 മിനിറ്റ് ഇനിയിപ്പോൾ നമുക്ക് 6 മിനിറ്റ് ഇനിയിപ്പോൾ ഏതാ നോക്കുന്നത്. അതെന്താ